ബത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളി നായകനായി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത സിനിമ റിലീസായ സിനിമ ഇന്നലെ റിലീസായി. ഞാൻ ഇന്നലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂ ഇടാൻ വൈകിപ്പോയതാണ്. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമില്ല. കാരണം ഓൾറെഡി അഭിപ്രായങ്ങളൊക്കെ വന്നു. കൊല തൂക്കാണ് നടക്കുന്നത്. നോൺ മോഹൻലാൽ റെക്കോർഡൊക്കെ ബുക്ക് മൈ ഷോയിൽ നിവിൻ പോളി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബത്ലഹേം വെച്ചിട്ട്. അതൊരു കൊച്ചു സിനിമ വെച്ചിട്ട് എത്രയൊക്കെ പടങ്ങൾ പൊട്ടിയാലും നിവിൻ പോളിക്ക് ഒരു ഫാമിലി സപ്പോർട്ടുണ്ട്. പുള്ളി ഒരു കോമഡി പടം ചെയ്താൽ അതിനൊരു ആവറേജ് റിവ്യൂ വന്നാൽ പോലും കണ്ണും പൂട്ടി നമുക്ക് ഇതൊരു 50 കോടി പ്ലസ് അടിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലൊരു ഗുഡ് സിനിമ, ആവറേജിനും ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കുമെന്ന് ഇപ്പോൾ സർവ്വമായ അങ്ങനെയാണ്. ഒരിക്കലും ഒരു ഗംഭീര അത്യുഗ്രൻ സിനിമയല്ല, ഒരു ഡീസൻറ്റ് പ്ലസ് സിനിമയാണ്. അത് 155 കോടി കളക്ഷൻ അടിച്ചു. അപ്പോൾ ഒരു പ്രേമം ലെവൽ റിവ്യൂസൊക്കെ ഉള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ബിസിനസ് വൈസും നോക്കുമ്പോഴും അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ഫാമിലി സപ്പോർട്ട് വൈസ് നോക്കുമ്പോൾ അങ്ങനത്തെ ചെയ്യുന്ന നായകന്മാർ കുറവാണ് മലയാളത്തിൽ. ദിലീപായിരുന്നു അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. പുള്ളി എത്ര പൊട്ടപ്പടം ചെയ്താലും വെൽക്കം ടു സെൻട്രൽ ജയിലൊക്കെ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ പുള്ളിക്കുള്ള സപ്പോർട്ട്, അന്നത്തെ സപ്പോർട്ട് ആലോചിച്ച് നോക്കി. ഇപ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് അത്തരം ബാക്ക് ടു ബാക്ക് സിനിമകൾ വരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അടുത്തുള്ള ആൾ നിവിൻ പോളിയാണ് ഒരു സ്റ്റാർ വൈസ്. അപ്പം ഉറപ്പായിട്ട് ഒരു ഫെസ്റ്റിവൽ സീസൺ വന്നു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിൻ്റെ ഫസ്റ്റ് പിക്ക് ആ സിനിമയായിരിക്കും. ഇവിടെ നേരെ ഖലീഫയ്ക്കാണെങ്കിൽ വെറും മോശം സിനിമയാണ്. അതുപോലെ തന്നെ മോശം റിവ്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ഓണം ക്ലാഷൊക്കെ തീർന്നു, ഇനിയും ക്ലാഷൊന്നും ഇല്ല. നിവിൻ പോളി വൺ സൈഡിൽ വിജയിച്ചിട്ടുണ്ട്. ഇന്നലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ കൊല തൂക്കാണ്. സിനിമയെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വലിച്ചു നീട്ടുന്നില്ല, നല്ലൊരു സിനിമയാണ്, ഒരു നീറ്റ് സിനിമയാണ്, ഒരു ലൈറ്റ് ഹാർട്ടഡ് പടമാണ്. മറ്റേ ഭയങ്കര സൂപ്പർ അങ്ങനെയൊന്നും പറയുന്നില്ല. ഗിരീഷ് ഷെഡി എൻ്റെ ഫേവറേറ്റ് ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് മലയാളത്തിലെ. പുള്ളിയുടെ പ്രേമലുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അത് കഴിഞ്ഞിട്ട് തണ്ണീർമത്തൻ, അതിലും താഴെ നിൽക്കുന്ന സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രേമലും തണ്ണീർമത്തനും എന്നെ സംബന്ധിച്ച് ബെസ്റ്റ് സിനിമയാണ്. ബത്ലഹേം അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു കാറ്റഗറി വരുന്ന സിനിമയാണ്. ഒരു എബോ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ഗുഡ് വൺ ടൈം വാച്ച്, മിനിമം ഗുഡ് വൺ ടൈം വാച്ച്. നമുക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ ക്രൗഡിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഒരു തവണയും കൂടെ കാണാനുള്ളതുണ്ട്. കാരണം ക്രൗഡ് നമ്മളങ്ങനെ ഒരു സോഷ്യലൈസ് ചെയ്ത് കണ്ടൊരു സിനിമയാണിത്. അങ്ങനെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും പുള്ളിയുടെ തന്നെ അയം കാതലിനേക്കാളും സൂപ്പർ ശരണിനേക്കാളും ഫാർ ബെറ്ററുമാണ്. അപ്പോൾ ഇതിനെ നടുക്ക് നിൽക്കുന്ന ഈ രണ്ടെണ്ണത്തിൻ്റെ ഈ 2 മീറ്റർ ഉണ്ടല്ലോ, തണ്ണീർമത്തൻ്റെയും പ്രേമലുവിൻ്റെയും അപ്പുറത്തെ സൂപ്പർ ശരണി അയം കാതൽ, ഇതിൻ്റെ രണ്ടിനെ നടുക്ക് നിൽക്കുന്ന ഒരു മീറ്ററാണ് ബത്ലഹേം. അതിനെ അപ്പം തന്നെ ഊഹിക്കാം, സൂപ്പർ ശരണി ആയാലും ശരി അയം കാതലിനാണെങ്കിലും ശരി ഉറപ്പായിട്ടും നമുക്കൊരു തവണ കാണാനുള്ള സിനിമയുണ്ട്. അതിലും ഇതല്ല രസമുള്ള എൻ്റർടൈനേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിനും മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ. അതും നിവിൻ പോളിയുടെ ഒരു സിനിമയും കൂടെ പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് കാണാനുള്ളതുണ്ട്. നിവിൻ പോളി മമ്മിത ഈസി ആയിട്ട് അവർ രണ്ടുപേരും അവരെക്കൊണ്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഈസിയായിട്ട് ചെയ്യുകയും ചെയ്തു. നിവിൻ പോളിയുടെ മറ്റേ ഇളകിയുള്ള കോമഡി എങ്ങനെ പ്രതീക്ഷിക്കില്ല. വടക്കൻ സെൽഫി, ലവ് ആക്ഷനിലെ പോലെ പുള്ളി ഒരു മെച്ചുവർ പരിപാടിയാണ്. സർവ്വമയാലെ പോലെ മെച്ചുവറായിട്ട് നിന്നിട്ടുള്ള കോമഡിയാണ് പുള്ളിയുടെ. ഇതിൽ ഇളകി കോമഡി ചെയ്യുന്നത് 2 പേര്. ഒന്ന് റോഷൻ, ആവേശത്തിലൊക്കെ പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ പുള്ളിയുടെ ഗ്ലിക്സൺ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പിന്നെ സംഗീതം നന്നായിട്ട് തന്നെ പുള്ളിക്ക് കിട്ടിയ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എഴുത്തൊക്കെ വളരെ രസമാണ്. കോമഡി തന്നെയാണ് മെയിൻ. അതിനെ വളരെ ലൈറ്റായിട്ട് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ, ഇതൊരു മറ്റേ ഒരുപാട് സമയമൊക്കെ എടുത്ത് എഴുതിയ സ്ക്രിപ്റ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഒരു ഐഡിയ കിട്ടി, ആ ഐഡിയേനെ പെട്ടെന്ന് എഴുതി ലൊക്കേഷനിൽ ചെന്നിട്ട് കോമഡീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡികൾ സ്പൂഫ് കോമഡികൾ. കുറേ സിനിമയിലെ സ്പൂഫ് വരുന്നുണ്ട് കോമഡിയായിട്ട്. ഇപ്പോൾ ഹീറോ, തുടരും, അതുപോലെ തന്നെ കാന്താര, അങ്ങനെ കുറേ ഐറ്റം വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ രസമുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് പടവെന്ന് പറയുന്നിരുന്ന 2 മണിക്കൂർ 40 മിനിറ്റുള്ള സിനിമയിൽ 1 മണിക്കൂർ 10 മിനിറ്റേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ്, ബാക്കി 1.5 മണിക്കൂർ സെക്കൻഡ് ഹാഫാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പടവെന്ന് പറയുന്നത് തീരും ഭയങ്കര കോമഡിയാണ്. സെക്കൻഡ് ഹാഫിന് തുടക്കവും കൊള്ളാം, ക്ലൈമാക്സും കൊള്ളാം. അതാണ് സെക്കൻഡ് ഹാഫ് ഒന്ന് ഡൗൺ ആയെങ്കിൽ ക്ലൈമാക്സിൽ ഒരു നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ഈ നടുക്ക് വരുന്ന സാധനം ആ ഒരു ഏരിയ ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഹാപ്പനിങ്സ് നടക്കുന്നില്ല, കുറേ റിപ്പിറ്റേറ്റീവ് സീൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എഴുത്തൊന്ന് വീക്ക് ആവുന്നുണ്ട്. അതുമാത്രമാണ് ഈ സിനിമയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാനുള്ളത്. അല്ലാതെ ഞാൻ പറയില്ല, നമുക്ക് ഫാമിലിയായിട്ടോ കൂട്ടുകാരുടെ ആരുമായിട്ട് വേണമെങ്കിലും പോയി കാണാൻ പറ്റുന്ന ഒരു കൊച്ചു നല്ല സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.25 ഔട്ട് ഓഫ് 5 ആണ്.